Good morning, student. Welcome to the classes of Financial Market and Institution. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ലെസൺ ആയിട്ടുള്ള സെക്യൂരിറ്റി മാർക്കറ്റാണ്. ഇതിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹെഡിങ് കൂടെ നമുക്ക് പറയാനുണ്ട്. അതിനുശേഷം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ യൂസ് ചെയ്യുന്ന ഇൻഡെക്സിനെ കുറിച്ചും ആ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ റോൾ ഓഫ് ദി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ടു ഡെവലപ്പ് സെക്കൻഡറി മാർക്കറ്റ്. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നീറ്റ് എന്താണെന്ന് നോക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് നീറ്റ്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് ആണ്. ട്രേഡിംഗ് സ്ക്രീൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് സ്പീഡും എഫിഷ്യൻറ്റും അതേപോലെ തന്നെ മാർക്കറ്റ് ഇൻറ്റഗ്രിറ്റിയും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇൻഫർമേഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു ടോപ്പിക്ക് ബോംബെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓൺലൈൻ ട്രേഡിങ്ങിനെ പറയുന്ന പേരാണ് NIBIS, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ്റർനെറ്റ് ബേസ്ഡ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇത്രയാണ് നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ടോപ്പിക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞുണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇനി നമുക്ക് പറയാനുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് BSE എന്ന് പറയാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 1987 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള പേരിലാണ് ആദ്യമായിട്ട് ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 1995 ഇതിന് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം പെർമനൻറ്റ് റെക്കഗ്നിഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ വെരി ആക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്പർ ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഏറ്റവും ഹയസ്റ്റ്, അതായത് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് വരുന്നത്. ദിസ് ഈസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ വിച്ച് ഇറ്റ് ഗിവൺ ദ പെർമനൻറ്റ് റെക്കഗ്നിഷൻ ബൈ ദ ഗവൺമെൻറ്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു പെർമനൻറ്റ് റെക്കഗ്നിഷൻ ലഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഏത് തന്നെയാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 2005 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പ്യൂട്ടറൈസ്ഡ് ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ട്രേഡിംഗ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പറയുന്ന പേരാണ് ബോൾട്ട്, ബോംബെ ഓൺലൈൻ ട്രേഡിംഗ്. മാർച്ച് 1995 ഓൺവേർഡ്സ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബോംബെ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾഡസ്റ്റ് ആണ്, ലാർജസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏകദേശം ഡെയിലി ടേൺ ഓവർ എന്ന് പറയുന്നത് ഒരു 200 crore വരെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ഇവിടെ 275 സിറ്റീസ്, ഏകദേശം ഒരു 5 lakh ട്രേഡേഴ്സ് പെർ ഡേ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കോൺടാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുമ്പോൾ അതൊരു കോർപ്പറേറ്റൈസ്ഡ് അല്ലെങ്കിൽ ഡീമ്യൂച്വലൈസ്ഡ് എൻറ്റിറ്റിയാണ്. ബ്രോഡ് ഷെയർ ഹോൾഡർ ബേസ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ളത്. ഏകദേശം ഒരു 5500 കമ്പനികൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേൾഡിലെ നമ്പർ 1 എക്സ്ചേഞ്ചായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പോയിൻ്റ് റിസ്ക് മാനേജ്മെൻറ്റ്, ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ്, മാർക്കറ്റ് ഡാറ്റ സർവീസ്, അതേപോലെ കസ്റ്റമർ എഡ്യൂക്കേഷൻ. ഈ സർവീസസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡ്രൈവ് ദി ഗ്രോത്ത് ഓഫ് ദി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. അതേപോലെ തന്നെ ഇറ്റ് സ്റ്റിമുലേറ്റ് ഇന്നൊവേഷൻ. പിന്നെ നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ISO സർട്ടിഫിക്കേഷനാണ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE. അതേപോലെ തന്നെ ബോൾട്ടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം സർട്ടിഫിക്കറ്റും ലഭ്യമായിട്ടുണ്ട് ആർക്ക്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. പിന്നെ റെസ്പെക്റ്റഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസാണ് ഡെപ്പോസിറ്ററി സർവീസ്. ഈ ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് വഴിയാണ്.
ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡിസസ് ആണ്. ഇൻഡിസസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത് ഇൻഡിക്കേറ്റ് കോഡ്സിന് US ടേമിലാണ്. പല രീതിയിലുള്ള ഇൻഡിസസ് ആണ് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. സ്മാൾ ആൻഡ് മിഡ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബേസിസ് ആയിട്ട് വരുന്നത് ക്യാപിറ്റലൈസേഷനും അതേപോലെ ട്രേഡിംഗ് ഫ്രീക്വൻസിയാണ്. പക്ഷേ സെക്ടോറിയൽ ഇൻഡിസസിൻ്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ സെർട്ടൻ സെക്ടറിലുള്ള പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ്. ഇത് ഡെയിലി അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് എല്ലാ കാലത്തും ഒരേ ബേസിൻ ആയിട്ടല്ല ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൂടെ മനസ്സിലാക്കുക. അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കമ്മിറ്റി തന്നെയുണ്ട്. ആ കമ്മിറ്റിയുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഈ ഒരു ബേസിസ് ഇതായിരിക്കണം. അത് ക്യാപിറ്റലൈസേഷൻ, ട്രേഡിംഗ് എഫിഷ്യൻസി ആണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിലെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണോ, ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ആ ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ 80%, 15%, 5% ആ രീതിയിലാണ് വരുന്നത്. ഒരു അഗ്രിഗേറ്റിംഗ് 98.5% ആവറേജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണെങ്കിൽ നമ്മളത് കാറ്റഗറൈസ് ചെയ്യുന്നത് ലാർജ്, മിഡ്, സ്മാൾ ആ ഒരു സെഗ്മെൻ്റായിട്ടാണ് വരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ട്രാക്ക് പെർഫോമൻസ് ഓഫ് സ്റ്റോക്ക് ബിറ്റ്വീൻ 80 and 95% ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മിഡ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന കാറ്റഗറി ആയിട്ടും, അതേപോലെ 95 to 100% അഗ്രിഗേറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണെങ്കിൽ അതിനെ സ്മാൾ ക്യാപ്പ് എന്നുള്ള രീതിയിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡിസസ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡിസസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് രണ്ട് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് സെൻസെക്സും ഒന്ന് നാഷണൽ ഇൻഡെക്സുമാണ്. ഫസ്റ്റ് നമുക്ക് സെൻസസ് എന്താ നോക്കാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിന് പറയുന്ന പേരാണ് സെൻസെക്സ്. 1986 ഓൺവേർഡ്സ് ആണ് നമ്മൾ ഈ ഒരു സെൻസെക്സ് എന്നുള്ള ഒരു ഇൻഡെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ഇത് ബാരോമീറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പൾസ് തന്നെ കാണാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സെൻസെക്സ് ബേസ് ചെയ്തുകൊണ്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് 1978-79 ഇയറിലെ മണി വാല്യൂ ആണ്. അപ്പോൾ അത് ഏകദേശം റൗണ്ട് ചെയ്തിട്ട് ഒരു 100 എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് 30 സ്റ്റോക്ക് കളുടെയാണ്. 30 ലീഡിങ് കമ്പനികളിലെ ആൾറെഡി പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ പെർഫോമൻസും മറ്റും കൺസിഡർ ചെയ്തിട്ട് 30 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടത്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ആ കാൽക്കുലേഷൻ നടത്തുന്നത് ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. എന്താണ് അതിൻ്റെ പേര്? ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ് ഇവിടെ ഷെയർസിൻ്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഷെയർസ് റെഡിലി അവൈലബിൾ ഫോർ ട്രേഡിംഗ്, ആ ഒരു അവൈലബിലിറ്റി നോക്കുകയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അവൈലബിൾ ഫോർ ദ പബ്ലിക്, അതാണ് ഫ്രീ ഫ്ലോട്ട്. അപ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം സ്റ്റോക്ക്, എത്രത്തോളം ഷെയർസ്, എത്രത്തോളം നമ്പർ ഓഫ് ഷെയർസാണ് ജനറൽ പബ്ലിക്കിന് അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ആണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ മോർ പബ്ലിക് ഹോൾഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് ഫ്രീ ഫ്ലോട്ട് നമുക്കവിടെ ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പെർസെൻറ്റേജ് ഓഫ് ഫ്രീ ഫ്ലോട്ട് ഷെയർസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്പനി നമ്മൾ കൺസിഡർ ചെയ്യും. ഒരു കമ്പനിയുടെ അവൈലബിൾ ആയിട്ട് ജനറൽ പബ്ലിക്കിലേക്ക് എത്രയാണ് ഷെയർസ് അവൈലബിൾ ആയിട്ട്, ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിലാണ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ. ഇവിടെ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് 1978-79 ആണ്. അന്നത്തെ മണി വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ 100 ആണ് ബേസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ 30 സ്റ്റോക്ക്
സ്റ്റോക്കാണ് ഇവിടെ ഇങ്ങനെ ബേസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ BSE നാഷണൽ ഇൻഡെക്സ് ആണ് ആ ഒരു ഇൻഡെക്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം നോക്കാം. 1989 ഓൺവേർഡ്സ് ആണ് നാഷണൽ ഇൻഡെക്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ദിസ് ഈസ് ദ കമ്പൈലേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് എൻ ഇൻഡെക്സ് സീരീസ് ആണ് കാൾഡ് BNI, നൗ നോൺ ആസ് BSE 100. അപ്പോൾ അത് ആ 100 അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവും. BSE നാഷണൽ ഇൻഡെക്സ് അതാണ് BNI. BSE നാഷണൽ ഇൻഡെക്സ് 1989 ഓൺവേർഡ്സ് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അവിടെ നമ്മൾ BSE കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 100 കമ്പനീസിൻ്റെ ആണ് ബേസായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെൻസെക്സ് പ്രകാരം 1986 സെൻസെക്സ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ 30 കമ്പനികളുടെ സ്റ്റോക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുള്ളൂ. പക്ഷേ നാഷണൽ ഇൻഡെക്സ് 100 യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഷെയർസ് സെലക്ട് ചെയ്യുന്നത് 100 കമ്പനികളുടെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അവരുടെ മാർക്കറ്റ് ആക്ടിവിറ്റി, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങളും അവരുടെ പെർഫോമൻസ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ 100 കമ്പനികളെ ഡിസൈഡ് ചെയ്യുക. നമ്മളിതിന് മുന്നേ പഠിച്ചു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതേപോലെ തന്നെ സെയിം കമ്പനികൾ എന്നും അതേ പൊസിഷനിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പെർഫോമൻസ് അനുസരിച്ചിട്ട് കമ്പനികൾ അവിടെ ഇങ്ങനെ ചിലത് കയറി വരും, ചിലത് ഇതിന്ന് ഔട്ട് ആവുകയൊക്കെ ചെയ്യും. ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 കമ്പനീസാണ് BSE നാഷണൽ ഇൻഡെക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്പെസിഫൈഡ് ആൻഡ് നോൺ സ്പെസിഫൈഡ് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. സ്പെസിഫൈഡും ആൻഡ് നോൺ സ്പെസിഫൈഡ് ലിസ്റ്റ് ഓഫ് ദി 5 മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്പെസിഫൈഡ് ആൻഡ് നോൺ സ്പെസിഫൈഡ് ലിസ്റ്റ് ഓഫ് ദി 5 മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് മുംബൈ, കൽക്കട്ട, ഡൽഹി, അഹമ്മദാബാദ് ആൻഡ് മദ്രാസ് ഇത്തരം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 100 കമ്പനികളുടെ ഇക്വിറ്റി ഷെയർസിനെ നോക്കിയിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാണ് സ്പെസിഫൈഡ് എന്നും നോൺ സ്പെസിഫൈഡ് എന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ BSE നാഷണൽ ഇൻഡെക്സ് 100ൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കമ്പൈലേഷൻ എന്ന് പറയുന്നത് BSE 100 ആണ്. ഷെയർസ് സെലക്ട് ചെയ്യുന്നത് അവരുടെ മാർക്കറ്റ് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ ഇൻഡസ്ട്രി ഗ്രൂപ്പ്, അവരുടെ റെപ്രസെൻറ്റേഷൻ, മെച്യൂരിറ്റി, അവരുടെ കസ്റ്റമേഴ്സ് ഡീലിംഗ്, അതേപോലെ ഡിവിഡൻഡ്, അത്തരത്തിലുള്ള അവരുടെ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം പെർഫോമൻസ് എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1983-84 ആണ് ബേസ് ഇയർ ആയിട്ട് BSE 100ൽ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ബേസ് ഇയർ 1978-79 ആയിരുന്നു. BSE നാഷണൽ ഇൻഡെക്സിൽ 83-84 ആണ് ബേസ് ഇയർ ആയിട്ട് ഫിനാൻഷ്യൽ ഇയർ എടുക്കുന്നത്. ബേസ് വാല്യൂ എന്ന് പറയുന്നത് 100 പോയിൻ്റ് ആണ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോട്ട്സ് തന്നാണ്. നമുക്കിതിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. അപ്പോൾ സെൻസെക്സിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അവരുടെ ടേൺ ഓവർ ഉണ്ട് അതൊന്നും അല്ല നമ്മളിവിടെ എടുക്കുന്നത്. ആവറേജ് ടേൺ ഓവർ ഒന്നും അല്ലെങ്കിൽ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഷെയർസ് ദാറ്റ് ആർ റെഡിലി അവൈലബിൾ ഫോർ ട്രേഡിങ്ങുമായി അത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സെൻസെക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 30 സ്റ്റോക്കാണ് ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ 1978 പ്രകാരം 100 ആണ് അതിൻ്റെ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 30 അല്ലെങ്കിൽ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കമ്പനികളെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്ത് നോക്കാം. ഒന്ന് ലിസ്റ്റിംഗ് ഹിസ്റ്ററി, അതേപോലെ ട്രേഡിംഗ് ഫ്രീക്വൻസി, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയിറ്റേജ്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ കമ്പനികൾ നമ്മൾ ഈ 30 അതല്ലെങ്കിൽ 100 എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് മാറി വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് എക്സ്ചേഞ്ച് SME, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഇത് സാധാരണയായിട്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചെറിയ കമ്പനികളൊക്കെ ഉണ്ടാവും. അത്തരം കമ്പനികളുടെ ഷെയർസിന് ട്രേഡിംഗ് ചെയ്യുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് SME വർക്ക് ചെയ്യുന്നത്. സ്മാൾ ആൻഡ് മീഡിയം സൈസ് വിത്ത് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ. പക്ഷേ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം?
ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആയിരിക്കണം. അതേപോലെ തന്നെ ലോങ്ങർ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോണും കമ്പനികൾക്ക് ഉണ്ടാകണം. അത് ന്യൂ കമ്പനി ആവാം, അതല്ലെങ്കിൽ ഏർലി സ്റ്റേജ്ഡ് വെഞ്ചർ കമ്പനി ആവാം. പക്ഷേ അവർക്ക് ഗ്രോത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു ഫീച്ചേഴ്സിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികൾക്ക് അവരുടെ ഷെയർസിൻ്റെ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SME. ഇവിടെ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് ഈ SME വഴി ട്രേഡിംഗ് നടത്തണമെങ്കിൽ ഒരു കമ്പനിയുടെ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25 crore ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കണം. ഒരിക്കലും അതിന് എക്സീഡ് ചെയ്തിട്ട് പോകാൻ പാടില്ല, മുകളിലേക്ക് പോകാൻ പാടില്ല. അത്തരത്തിലുള്ള കമ്പനികൾക്ക് അവരുടെ ഷെയർസ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് SME എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ്, ഗ്രോത്ത് എൻ്റർപ്രൈസ് മാർക്കറ്റ്, SME ബോർഡ്, ഇതൊക്കെ ഡിഫറെൻ്റ് പേരിലും SME അറിയപ്പെടുന്നുണ്ട്. ആ പേരുകളാണ് ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ്, അതല്ലെങ്കിൽ ഗ്രോത്ത് എൻ്റർപ്രൈസ് മാർക്കറ്റ്, അല്ലെങ്കിൽ SME ബോർഡ്. ഇത് പറഞ്ഞാലും സ്മാൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് എക്സ്ചേഞ്ച് തന്നെയാണ്. നമുക്ക് 2-3 എക്സാമ്പിൾ നോക്കാം. AIM, UK-യിലെ AIM, അതേപോലെ കാനഡയിലെ TSX, ഇതൊക്കെയാണ് SMEക്ക് എക്സാമ്പിൾ. അപ്പോൾ ഗ്രാൻഡ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത, ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പനികളാണ് ഏതിൽ വരുന്നത്, SMEയിൽ വരുന്നത്. അവർക്ക് ഗ്രോത്ത് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ലോങ്ങർ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ അവർക്ക് ഉണ്ടായിരിക്കണം. അവരുടെ പ്രീ ഇഷ്യൂ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 25 crore, 25 കോടിയായിരിക്കണം. അതിൽ കൂടാൻ പാടില്ല. ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയർസിൻ്റെ ട്രേഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ട്രേഡാണ് എവിടെ നടക്കുന്നത്? SMEയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ISE എന്ന് പറഞ്ഞാൽ ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിന് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. അതായത് ആൾറെഡി ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പർ ആണെങ്കിൽ കൂടെ നമുക്ക് ഈ ഒരു ISE വഴി നമുക്ക് ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് ആൻ ഇന്ത്യൻ നാഷണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡിംഗ് ട്രേഡിംഗ്, ക്ലിയറിംഗ്, സെറ്റിൽമെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് സർവൈലൻസ് സപ്പോർട്ട് ടു ഇറ്റ്സ് ട്രേഡിംഗ് മെമ്പേഴ്സ്. ആൾറെഡി വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികൾക്കും ട്രേഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് ഫെസിലിറ്റീസ്, സെറ്റിൽമെൻറ്റ് പ്രോബ്ലം ക്ലിയർ ചെയ്യുന്നതിനുള്ള അവസരം, അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, സർവൈലൻസ്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പറയുന്ന പേരാണ് ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മുംബൈയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1998 മുതലാണ് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഏകദേശം ഒരു 841 ട്രേഡിംഗ് മെമ്പേഴ്സാണ് ഇതിലുള്ളത്. പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് പക്ഷേ കമ്പനികൾ ട്രേഡിംഗ് മെമ്പേഴ്സ് 841 ട്രേഡിംഗ് മെമ്പേഴ്സാണ്. ഇവർ ഏകദേശം ഒരു 18 സിറ്റിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്ലോട്ടഡ് എ ഹോളി ഓൺ സബ്സിഡറി, അതേപോലെ തന്നെ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ആക്റ്റീവ് റോൾ ഇൻ ദി മാർക്കറ്റിംഗ് ഓഫ് ദ പ്രൈമറി ഇഷ്യൂ. പ്രൈമറി ഇഷ്യൂവിൽ ഒരു ആക്റ്റീവ് റോള് തന്നെ ആർക്കുണ്ട്? നമ്മുടെ ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ് എ സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് നാഷണൽ ലെവൽ സൊല്യൂഷൻ വിത്ത് ആക്സസ് ടു മൾട്ടിപ്പിൾ മാർക്കറ്റ്. അതായത് ഞാൻ പറഞ്ഞു ആൾറെഡി നമ്മൾ മറ്റേതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതാണെങ്കിലും അവർക്ക് ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാം? ട്രേഡിംഗ് നടത്താം. അതുകൊണ്ടൊരു മൾട്ടിപ്പിൾ മാർക്കറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈബ്രൻറ്റ് നാഷണൽ ലെവൽ മാർക്കറ്റാണ് ലിസ്റ്റഡ് കമ്പനീസ് ഇതുവഴി പ്രൊവൈഡ് ചെയ്ത്. നെക്സ്റ്റ് വൺ വരുന്നത് ട്രേഡിംഗ് ആൻഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഫെസിലിറ്റി ടു ട്രേഡേഴ്സ് ആൻഡ് ഡീലേഴ്സ് അക്രോസ് ദ കൺട്രി അറ്റ് ദെയർ ഡോർ സ്റ്റെപ്പ് വിത്ത് എ ഡീസെൻട്രലൈസ്ഡ് സപ്പോർട്ട് സിസ്റ്റം. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ആൾറെഡി ഇതിന് നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നെക്സ്റ്റ് ഹെഡിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോൾ ഓഫ് സെബി ആണ്. സെക്കൻഡറി സെക്യൂരിറ്റി മാർക്കറ്റിൽ എന്തൊക്കെയാണ് സെബിയുടെ റോള് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഡെപ്പോസിറ്ററി.
അതല്ലെങ്കിൽ പേപ്പർലെസ് ട്രേഡിംഗ് ഡെപ്പോസിറ്ററി. ഇന്ത്യയിൽ 1996 ഗവൺമെൻറ് പാസ് ചെയ്തിട്ടുണ്ട് ദ ഡെപ്പോസിറ്ററി ആക്ട്. ഈ ആക്ട് പ്രകാരം ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഡെലിവർ ദെയർ സെക്യൂരിറ്റീസ് ഓൺലി ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ മാത്രമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്യൂരിറ്റീസ് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ വരുന്നത് സ്ട്രെങ്തനിങ് ദ സേഫ്റ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ സെക്കൻഡറി മാർക്കറ്റ്. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആൻഡ് എക്സ്പോഷർ ലിമിറ്റ്. ഇവിടെ ഇങ്ങനെ സെബി പ്രിസ്ക്രൈബ് ദ ക്യാപിറ്റൽ ആഡിക്വസി നോം. ക്യാപിറ്റൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു നോംസ് തന്നെ സെബി പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഫോളോ ചെയ്തിട്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ദ ട്രേഡ് ഓർ സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് ബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെബിയുടെ അഡ്വൈസാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. ദേ ഫുൾ കീപ്പ് അവിടെ ഇങ്ങനെ ഒരു ടൈംലി കംപ്ലീഷൻ ഓഫ് ദി സെറ്റിൽമെൻറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ ട്രേഡ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഗ്യാരണ്ടി ഫണ്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട് ആര്, സെബി. ദ നെക്സ്റ്റ് വൺ വരുന്നത് റേഷണലൈസേഷൻ ഓഫ് മാർജിൻ സിസ്റ്റം ഓർ മാർക്കറ്റ് സേഫ്റ്റി. ഹൈ വോളാറ്റിലിറ്റി, അതായത് ഇവിടെ കൺഫ്യൂഷനും അൺസർട്ടനിറ്റിയും ഒക്കെ ഉണ്ടാവും ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു സ്റ്റഡി ഇക്വിറ്റി പ്രൈസ് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷന് പ്രൊവൈഡ് ചെയ്യാണ് ഇൻവെസ്റ്റേഴ്സിന്. ഇതുകൊണ്ട് സെബി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെബി ടേക്കൺ നോർമസ് മെഷേഴ്സ് ടു കർബ് ദ മാർക്കറ്റ് വോളാറ്റിലിറ്റി. ദെൻ നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് മാർജിനും സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് റേഷണലൈസേഷൻ ഓഫ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. സിംപ്ലിഫൈ ദ മാർജിനിങ് സിസ്റ്റം and to make a unified structure of margin for all the stock exchange, SEBI set up a group of risk management system. ആ റിസ്ക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് സ്മൂത്തായിട്ട് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെബി തന്നെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. റിസ്ക് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇറ്റ് സെർവ് ദ മാർക്കറ്റ് വെൽ ബൈ എൻഷുറിങ് ദ ആഡിക്വേറ്റ് ആൻഡ് ടൈംലി കളക്ഷൻ ഓഫ് മാർജിൻ. നേരത്തെ നമ്മൾ മാർജിൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ മാർജിന് ആ ഒരു കംപ്ലീഷൻ, അതിൻ്റെ സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം കൂടെ സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലിംഗ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലിംഗ് കൂടുതൽ എഫിഷ്യൻറ്റും അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റും ആക്കി മാറ്റുക. ഇതിന് വേണ്ടി ചെയ്യുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് വീക്ക്ലി സെറ്റിൽമെൻറ്റ് സൈക്കിളാണ്. മാക്സിമം സെറ്റിൽമെൻറ്റ് ടൈം എന്ന് പറയുന്നത് വിത്തിൻ 7 days ആണ്. ആൻഡ് ടു കണ്ടക്ട് ദ ഓപ്ഷൻ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഇതിൻ്റെ മുന്നേ എങ്ങനെയാണ് അവിടെ ട്രേഡിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫ്ലോറിലെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിൽമെൻറ്റ് വിത്തിൻ 7 days അത് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മോഡിഫൈഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം. മോഡിഫൈഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം MCFS 1997 ഒക്ടോബറിൽ JR വർമ്മ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. ഇത് പ്രകാരം ഓൾ എക്സ്ചേഞ്ച് ദേ വാണ്ട് ടു ഇംപ്ലിമെൻറ്റ് MCFS were advised to approach the SEBI പ്രയർ അപ്രൂവൽ. സെബിയുടെ പ്രയർ അപ്രൂവലോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ മോഡിഫൈഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് JR വർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമായിരുന്നു. സെബി ആൾറെഡി അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പട്ടേൽ കമ്മിറ്റി. അപ്പോൾ പട്ടേൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി പിന്നെ അപ്പോയിൻറ്റ് ചെയ്ത കമ്മിറ്റിയാണ് വർമ്മ കമ്മിറ്റി. ആ വർമ്മ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് 1997 സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം സെബിയുടെ ഗൈഡ് ലൈനാണ് മോഡിഫൈഡ് ക്യാരി ഫോർവേഡ് സിസ്റ്റം ഫോളോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആൾറെഡി ഫങ്ഷൻ ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വിത്ത് പ്രയർ അപ്രൂവലോട് കൂടിയിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് റോളിംഗ് സെറ്റിൽമെൻ്റ് ആണ്. എൻഹാൻസ് ദ ലിക്വിഡിറ്റി ആൻഡ് ഷോർട്ടൺ ദ ക്യാരി ഫോർവേഡ് സൈക്കിൾ ആൻഡ് ഫീസിബിലിറ്റി. അതേപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ആൾട്ടർനേറ്റ് ഹെഡ്ജിങ് മെക്കാനിസം. ഇപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ്സ് ഒക്കെ ഹെഡ്ജിങ് മെക്കാനിസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരി ഫോർവേഡിൻ്റെ സൈക്കിൾ
മാക്സിമം റെഡ്യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അത് ഇവിടെ കമ്പൾസറി ഡീമെറ്റീരിയലൈസ്ഡ് ട്രേഡിങ്ങും ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ റോളിംഗ് സെറ്റിൽമെൻറ്റ് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിനെ ഫ്രീ ആക്കുന്ന രീതിയിൽ. ഇറ്റ് എൻഹാൻസ് ദ ലിക്വിഡിറ്റി ആൻഡ് ഷോർട്ടൺ ദ ക്യാരി ഫോർവേഡ് സൈക്കിൾ അവൈലബിൾ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് ഹെഡ്ജിങ് മെക്കാനിസം. അവിടെ നമ്മൾ ഹെഡ്ജിങ് ആയിട്ട് വേണമെങ്കിൽ അവർക്ക് ഡെറിവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻ്റർ കണക്ടിവിറ്റി ബിറ്റ്വീൻ ദി NSDL ആൻഡ് CDSL. നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററീസും അതേപോലെ തന്നെ സെൻറ്റർ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡുടെയും ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു ഫെസിലിറ്റി ഡെപ്പോസിറ്ററീസ് അതല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ആ ഒരു ഫണ്ടിൻ്റെ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നിടത്ത് നമുക്ക് ഇവിടെ ഒരു ഇൻ്റർ കണക്റ്റിവിറ്റി കാണാവുന്നതാണ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് റിവൈവൽ ഓഫ് എ സ്മോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വരുന്നത് എൻഷുർ ദ ഫിനാൻഷ്യൽ വയബിലിറ്റി ഓഫ് ദ എക്സ്ചേഞ്ചും നെക്സ്റ്റ് വൺ വരുന്നത് ഇൻക്രീസ് ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫോർ ബ്രോക്കേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ആൾറെഡി ഉള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മാൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ISCയും അതേപോലെ തന്നെ ഒക്കെ. അപ്പോൾ അവർക്ക് ഈ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ മോണിറ്ററിങ് ആൻഡ് സർവൈലൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഓൺ ബിഹാഫ് ഓഫ് ദ ലാർജ് എക്സ്ചേഞ്ച്, ദെൻ ആക്ട് ആസ് എൻ എക്സ്ചേഞ്ച് ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഫോർ ഹോൾഡിംഗ് ദ ബെനിഫിഷ്യറി അക്കൗണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻക്രീസ് ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫോർ ബ്രോക്കേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഇവിടെ മെർജ് with larger exchange or other subsidiary becoming the member of other. നമുക്ക് ഒന്നുകിൽ സബ്സിഡിയറി കമ്പനി എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫെസിലിറ്റീസ് കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ മെർജർ രീതിയിൽ ഒരു അലയൻസ് വരികയാണെങ്കിൽ അവിടെ ഇങ്ങനെ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു. അതേപോലെ ട്രാൻസ്ഫർ ദ ബേസ് മിനിമം ക്യാപിറ്റൽ ഓഫ് ദ ബ്രോക്കേഴ്സ് ഓഫ് ദ റീജിയണൽ എക്സ്ചേഞ്ച് ടു ദി ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നേരത്തെ പറഞ്ഞ INC അതല്ലെങ്കിൽ SMEയുടെയൊക്കെ ഫങ്ഷൻസ് അത് കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം ആര് നടത്തിയിട്ടുണ്ട്? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഫ്ലോട്ട് സബ്സിഡിയറി കമ്പനി പെർമിറ്റഡ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു പ്രൊമോട്ട് ഓർ ഫ്ലോട്ട് എ സബ്സിഡിയറി കമ്പനി ടു അക്വയർ മെമ്പർഷിപ്പ് റൈറ്റ് ഓഫ് അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത്രയാണ് അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നെഗോഷിയേറ്റഡ് ഡീലാണ്. ഇവിടെ ഇങ്ങനെ SEBI പെർമിറ്റഡ് ഓൺലി ദേ ആർ എക്സിക്യൂട്ടഡ് ഓൺ ദ സ്ക്രീൻ ഓഫ് എക്സ്ചേഞ്ച് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൈസ് ആൻഡ് ഓർഡർ മാച്ചിങ് മെക്കാനിസം ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലൈക്ക് എനി അതർ ഡീൽ ഓൺ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നെഗോഷിയേറ്റഡ് ഡീലായിരിക്കണം എന്നാണ് പറയുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അതേപോലെ പ്രൈസ് ഡിസ്കവറി അവിടെ ഇങ്ങനെ നെഗോഷിയേറ്റഡ് ആയിരിക്കണം. അതായത് നെഗോഷിയേറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻ ആൾറെഡി ഇഷ്യൂ ചെയ്തത് ഫോളോ ചെയ്തുകൊണ്ട് ഒരു സ്ക്രീൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മാർക്കറ്റ് മേക്കിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ ഗുപ്ത കമ്മിറ്റി JP ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് പറയുന്നത്. കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം market makers are obliged to offer continuously two-way quotes യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ടു-വേ കോട്ട് എന്ന് പറയുമ്പോൾ ഓർഡർ ഡ്രിവൺ സിസ്റ്റം ആവാം, അതല്ലെങ്കിൽ കോട്ട് ഡ്രിവൺ സിസ്റ്റം ആവാം. അപ്പോൾ മാർക്കറ്റ് മേക്കർ ആർ ഒബ്ലൈജ്ഡ് ടു ഓഫർ കണ്ടിന്യൂസ്ലി two-way quote. They should be carry an inventory of the stock which involve commitment to capital and exposure to market risk. ഇനി ഇതിൽ നാലാമത്തെ പോയിന്റ് പറയുന്നത് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് പ്രൊസീജിയറാണ്. ഏതൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സെക്യൂരിറ്റീസ് ലെൻഡിങ് സ്കീം 1997. നെക്സ്റ്റ് വൺ വരുന്നത് കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻ്റർനെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റി ട്രേഡിംഗ്. ആൻഡ് ദ ലാസ്റ്റ് വൺ വരുന്നത് സ്ക്രീൻ ബേസ്ഡ്
ട്രേഡിംഗ്. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് സെക്യൂരിറ്റീസ് ലെൻഡിങ് സ്കീമാണ്. 1997 ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ലെൻഡിങ് ഓഫ് ദ സെക്യൂരിറ്റീസ് ഈസ് ടു ബി ഡൺ ത്രൂ ആൻ അപ്രൂവ്ഡ് ഇൻ്റർമീഡിയറി ടു എ ബോറോവർ അണ്ടർ എൻ എഗ്രിമെൻറ്റ്. ഇവിടെ സ്പെസിഫൈഡ് പീരീഡ് ആ ഒരു എഗ്രിമെൻറ്റ് ഫോം ചെയ്തുകൊണ്ടാണ് ലെൻഡിങ് സെക്യൂരിറ്റീസിൻ്റെ ആ ഒരു ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു സ്കീം ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദ ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ടൈംലി ഡെലിവറി ഓഫ് ദ സെക്യൂരിറ്റി, ഇംപ്രൂവ് ദ എഫിഷ്യൻസി. ഇത്രയാണ് നമുക്ക് സെക്യൂരിറ്റി ലെൻഡിങ് സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. സെബി കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്, അതായത് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ശ്രീ കുമാർ മംഗളം ബിർള കമ്മിറ്റിയുടെ ഒരു ചെയർമാൻഷിപ്പായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് സെബി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഫോർമൽ കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് കാണാൻ പറ്റും. അതായത് ഫംഗ്ഷനിൽ അവരൊരു കോഡ് ഓഫ് കണ്ടക്ട് എന്നുള്ള പോലെ കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തീരുമാനം സെബി എടുത്തിരിക്കുന്നത് കുമാർ മംഗളം ബിർള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. അതേപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ, അതാണ് അതിൻ്റെ മെയിൻ എയിം ആയിട്ട് വരുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. പിന്നെ വരുന്നത് അവെയർനെസ് ആൻഡ് റേസിങ് ദ സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ഓഫ് കോർപ്പറേറ്റിൻ്റെ ഫങ്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് റേസ് ചെയ്യലും, അതേപോലെ തന്നെ അവെയർനെസ്, അതായത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതുമാണ് ഇതിൽ പറയുന്നത് കമ്മിറ്റി ഓൺ കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയുന്നത്. ആ കമ്മിറ്റി അത് ആരുടെ ആയിരുന്നു എന്നൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സാണ്, FPI ഇൻ ഡെപ്റ്റ്. അതായത് നേരത്തെ അവർ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇക്വിറ്റിയിലൊക്കെ. അവർക്ക് ഇനി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഡെപ്റ്റിൽ കൂടെ ചെയ്യാൻ പറ്റും. അത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഒരുമിച്ച് ആണ് ഫങ്ഷൻസ് ചെയ്യുന്നത്. അവർ ഒരു സിംഗിൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലാണ് ഇനി മുതൽ നമുക്ക് കാണാൻ പറ്റുക. അതായത് നേരത്തെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു, അതിനനുസരിച്ചിട്ടായിരുന്നു അവരുടെ ഫങ്ഷൻ. പക്ഷേ ഇവിടെ ഒന്നുകൂടെ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും അതേപോലെ ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് QFI ഇവരെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിംഗിൾ ഇൻവെസ്റ്റർ ക്ലാസ് എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുകയും അവിടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ ഇവർ രണ്ടുപേരുടെയും സർവീസസ് ഒരു സിംഗിൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ബോണ്ടിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അവിടെ റെസിഡൻഷ്യൽ മെച്യൂരിറ്റി 3 years ആയിരിക്കണം എന്നുള്ളതാണ്. 3 years ആണെങ്കിലാണ് അവർക്ക് ഇവിടെ ഗവൺമെൻറ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അതേപോലെ തന്നെ സ്പെസിഫിക് കാറ്റഗറീസ് അത്തരത്തിലുള്ള സെക്ടറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് മിനിമം മെച്യൂരിറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഇനി കോർപ്പറേറ്റ് ബോണ്ടിലാണ് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എങ്കിൽ അവിടെ ഇങ്ങനെ റെസിജ്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 year ആണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് ഇക്വിറ്റി പാർട്ടിസിപ്പേഷനിലായിരുന്നു. ഇപ്പോൾ ഇക്വിറ്റിയിൽ കൂടാതെ അഡീഷണലായിട്ട് ഡെപ്റ്റിൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ബോണ്ടിലാണെങ്കിൽ മിനിമം 3 year റെസിഡൻഷ്യൽ മെച്യൂരിറ്റിയാണ് ഉണ്ടായിരിക്കേണ്ടത്. സ്പെസിഫിക് കാറ്റഗറി സെക്യൂരിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ റെസിഡൻഷ്യൽ മെച്യൂരിറ്റീസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ബോണ്ടിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവരുടെ റെസിഡൻഷ്യൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 year ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഇൻ്റർനെറ്റ് ബേസ്ഡ് സെക്യൂരിറ്റി ട്രേഡിംഗ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു ബോൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ സ്പീഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് അവൈലബിൾ ആണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് വൺ വരുന്നത് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ്. അതായത് ഇപ്പോൾ 1990s ഒക്കെ അതും അതിന് മുന്നേ ഒക്കെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫുള്ളി പേപ്പർ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ഡിലേ, സെറ്റിൽമെൻറ്റും മറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുക അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. സെറ്റിൽമെൻറ്റിനുമായി അവർ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട്
ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇലക്ട്രോണിക്കിലേക്ക് വന്നപ്പോൾ ആ ഒരു സ്പീഡ്, അതേപോലെ ട്രാൻസാക്ഷനിൽ വന്നുള്ള ട്രാൻസ്പെറൻസി, അതേപോലെ സെറ്റിൽമെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഫങ്ഷൻസൊക്കെ സർവീസസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ, ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു ഇൻവെസ്റ്ററുടെ ഒരു പഞ്ച് ഇൻ ടു ദ കമ്പ്യൂട്ടർ, ഇൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഷെയർസ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ വാണ്ട് ടു ട്രാൻസാക്ട്. അപ്പോൾ ആൾറെഡി ഉള്ള വാങ്ങിച്ച, അതായത് കയ്യിൽ ഷെയർസ് ഉള്ള ഒരാൾക്ക് അത് വിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തന്നെ അവർക്ക് ആ സ്ക്രീനിൽ കണക്ട് ചെയ്യുന്ന മാച്ചായിട്ടുള്ള മറ്റൊരു സെക്യൂരിറ്റീസുമായിട്ട് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു പഞ്ച് ഓൺ ദെയർ കമ്പ്യൂട്ടർ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള മറ്റൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ മറ്റൊരു ട്രേഡിംഗ് സ്ക്രിബ് അവർക്ക് അവിടെ ഇങ്ങനെ കണ്ടെത്താം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ കൗണ്ടർ പാർട്ടിയെ തീരുമാനിക്കാനും ഡീലിങ്സ് സെറ്റിൽ ചെയ്യാനും പറ്റുന്നത്. ഇതാണ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിങ്ങിൽ പറയുന്നത്. സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം SBT. ജസ്റ്റ് സിംപ്ലി അവർക്ക് അവരുടെ എമൗണ്ട് കോട്ട് ചെയ്യാനും ആ ഒരു സെറ്റിൽമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ടൈം, കോസ്റ്റ് ഇതൊക്കെ വളരെയധികം റിഡ്യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കാരണം SBT ഇലക്ട്രോണിക് മാച്ചിങ് ആണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കൂടുതൽ ടൈം വരുന്നില്ല. അതേപോലെ തന്നെ പേപ്പർ മറ്റേ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്ന ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റുകളൊന്നും അഡീഷണൽ ഇവിടെ വരുന്നില്ല. മാർക്കറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്, റിയൽ ടൈം ആയിരിക്കും. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻറ്റിനെ അറ്റ് എ ടൈം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു ലിക്വിഡിറ്റി, മാർക്കറ്റിൻ്റെ തന്നെ ഒരു ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇത്രയാണ് റോൾ ഓഫ് SEBI വരുന്നത്. താങ്ക് യു.